ഗുഡ് മോർണിംഗ്. ഇൻട്രോഡക്ടറി എക്കണോമിക്സ് അതിലെ തേർഡ് മൊഡ്യൂളായിട്ടുള്ള ട്രേഡ് അതിൻ്റെ ഒരു റിവിഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോക്കകത്ത് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ 3 പാർട്ടുകളായിട്ട് നേരത്തെ അപ്ലോഡ് ചെയ്തതായിരുന്നു. ദെൻ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്യപ്പെടുന്നതിനെയാണ് നമ്മൾ ട്രേഡ് എന്ന് പറയുക. സാധനങ്ങൾ എന്ന് പറയുമ്പോൾ എന്ത് പ്രോഡക്റ്റ് ആയിക്കോട്ടെ, സേവനങ്ങൾ എന്ന് പറയുമ്പോൾ സർവീസസ്, അതായത് ഏത് തരത്തിലുള്ള സർവീസും അതിനകത്ത് ഉൾപ്പെടും. സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രേഡ് എന്ന് പറയുന്നത്. അതിനകത്ത് തന്നെ വ്യക്തികൾക്ക് സാധനങ്ങൾ കൈമാറ്റം ചെയ്യാറുണ്ട്, സ്ഥാപനങ്ങൾക്ക് കൈമാറ്റം ചെയ്യാറുണ്ട്, വ്യക്തികൾ സ്ഥാപനങ്ങൾക്ക് സാധനങ്ങൾ കൈമാറ്റം ചെയ്യാറുണ്ട്, ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് സാധനങ്ങൾ കൈമാറ്റം ചെയ്യാറുണ്ട്. അങ്ങനെ വ്യത്യസ്ത രീതിയിൽ സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്യപ്പെടാറുണ്ട്. അപ്പോൾ ഇതിനെയെല്ലാം നമുക്ക് എന്ത് പറയാം, ട്രേഡ് എന്ന് പറയാം. നമുക്കിവിടെ മനസ്സിലാക്കേണ്ട 2 കൺസെപ്റ്റുകൾ, ട്രേഡ് 2 തരത്തിലുണ്ട്. അതിലൊന്ന് ഫസ്റ്റ് വൺ ആണ് ഇൻറ്റേർണൽ ട്രേഡ് എന്ന് പറയുന്നത്, അതേപോലെ തന്നെ രണ്ടാമത്തെയാണ് എക്സ്റ്റേണൽ ട്രേഡ് എന്ന് പറയുന്നത്. ഇൻറ്റേർണൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഘടന, അതായത് ടെറിട്ടോറിയൽ ബൗണ്ടറി എന്ന് നമുക്ക് പറയാം. ടെറിട്ടോറിയൽ ബൗണ്ടറിക്കകത്ത് വെച്ച് നടക്കുന്ന സാധന സേവന കൈമാറ്റങ്ങളെയാണ് നമ്മൾ ഇൻറ്റേർണൽ ട്രേഡ് എന്ന് പറയുന്നത്. അതായത് രാജ്യത്തിൻ്റെ ടെറിട്ടോറിയൽ ബൗണ്ടറി എന്ന് പറയുമ്പം ആ രാജ്യവും ആ രാജ്യത്തിന് ഇത് അകത്ത് വരുന്ന, ഇപ്പോൾ എന്തെങ്കിലും സമുദ്രങ്ങളൊക്കെ ആ രാജ്യത്തിൻ്റെ ബൗണ്ടറിക്കകത്ത് വരുന്നുണ്ടെങ്കിൽ അതിനകത്തെല്ലാം നടക്കുന്ന സാധന സേവന കൈമാറ്റങ്ങളൊക്കെ ഈ ഒരു ഇൻറ്റേർണൽ ട്രേഡിനകത്തേക്ക് വരും. ദെൻ അതേപോലെ തന്നെ എക്സ്റ്റേണൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ ഈ ടെറിട്ടോറിയൽ ബൗണ്ടറിക്ക് പുറത്തേക്കാണ് സാധനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്റ്റേണൽ ട്രേഡ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സാധന സേവന കൈമാറ്റങ്ങളെ നമുക്ക് എന്ത് പറയാം, എക്സ്റ്റേണൽ ട്രേഡ് എന്ന് പറയാം. ഇൻ്റർനാഷണൽ ട്രേഡ് കൂടി എന്ത് ചെയ്യാറുണ്ട്, ഇതിനെ അറിയപ്പെടാറുണ്ട്. ദെൻ ഇനി ഈ ഇൻറ്റേർണൽ ട്രേഡും എക്സ്റ്റേണൽ ട്രേഡും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഫാക്ടർ മൊബിലിറ്റി എന്ന് പറയുന്നത്. ഫാക്ടർ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഇത് സ്വതന്ത്രമായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു രാജ്യത്തിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ലാൻഡ് ആയിക്കോട്ടെ, ലേബർ ആയിക്കോട്ടെ. ലാൻഡ് മീൻസ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് പ്രൊഡക്ഷൻ നടത്തുന്ന ആ ഒരു സ്പേസിനെയാണ് നമ്മൾ ലാൻഡ് എന്ന് പറയുന്നത്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. ഇതിനെ ഒരു രാജ്യത്തിനകത്ത് നിന്ന് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് സ്വതന്ത്രമായിട്ട് ഫ്രീലി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റും, അല്ലെങ്കിൽ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതേ സമയത്ത് ഇത് ഇൻ്റർനാഷണൽ ട്രേഡാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ഈസിലി ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ലേബേഴ്സിനെ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിലും, അതേപോലെ തന്നെ ക്യാപിറ്റൽ ആണെങ്കിലും ലാൻഡ് ആണെങ്കിലും, എന്ത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ അവിടെ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു രാജ്യത്തിനകത്ത് നിന്ന് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സ്വതന്ത്രമായിട്ട് നീക്കം ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ അവിടെയുള്ള ലാൻഡിൻ്റെ ആയിക്കോട്ടെ, ലേബറിൻ്റെ ആയിക്കോട്ടെ, ക്യാപിറ്റലിൻ്റെ ആയിക്കോട്ടെ, ഓർഗനൈസേഷൻ്റെ ആയിക്കോട്ടെ, ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന അതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഏകദേശം ഒരു രാജ്യത്തിനകത്ത് എല്ലായിടത്തും സെയിം ആയിട്ട് വരാനുള്ള സാധ്യത. കാരണം അത് ഫ്രീലി മൊബൈലാണ്. കാരണം എവിടെയാണോ കൂടുതൽ അത് കിട്ടുന്നത് അങ്ങോട്ട് എന്ത് ചെയ്യാൻ തുടങ്ങും, ആളുകൾ മൂവ് ചെയ്യാൻ തുടങ്ങും. ലേബേഴ്സ് ആയിക്കോട്ടെ, ക്യാപിറ്റൽ ആയിക്കോട്ടെ, അതൊക്കെ മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇത് രാജ്യത്തിൻ്റെ എല്ലാ മേഖലയിലും ഒരേ രൂപത്തിൽ വരാൻ വേണ്ടിയിട്ട് അത് കാരണമായിട്ട് മാറും. അപ്പോൾ ഒരു രാജ്യത്തിനകത്ത് എല്ലായിടത്തും ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും അതുപോലെ തന്നെ അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്സും എന്തായിരിക്കും, ഏകദേശം സെയിം ആയിരിക്കും. പക്ഷേ അതേ സമയത്ത് ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്, രാജ്യങ്ങൾ തമ്മിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ആ റെസ്ട്രിക്ഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ അവിടെ രാജ്യങ്ങൾ തമ്മിലുള്ള ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും അതിൻ്റെ ബെനിഫിറ്റ്സും എന്തായിരിക്കും, ഡിഫറൻ്റ് ആയിരിക്കും, വ്യത്യസ്തമായിരിക്കും എന്നുള്ളതാണ്. അതിൻ്റെ ചിലവുകളൊക്കെ വ്യത്യസ്തമായിരിക്കും എന്നുള്ളതാണ്. ദെൻ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രോഡക്റ്റ് മൊബിലിറ്റിയാണ്. പ്രോഡക്റ്റ് മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിനകത്ത് എവിടെ ഉൽപ്പാദിപ്പിച്ച പ്രോഡക്റ്റും രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, നമുക്ക് ഫ്രീലി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ കേരളത്തിൽ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഡൽഹിയിലോ അല്ലെങ്കിൽ പഞ്ചാബിലോ മറ്റു സംസ്ഥാനങ്ങളിലോ എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാം, ഫ്രീലി അത് കൊണ്ടുപോകാം. അതിന് പ്രത്യേകിച്ച് നമ്മൾ വേറെ പേയ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല. അവിടെ ആ ചിലവ് എന്ന് പറയുന്നത് സമയവും അതുപോലെ തന്നെ അതിന് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും വരുന്ന ആ 2 ചിലവുകൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അവിടെ തടസ്സം നിൽക്കുന്നുള്ളൂ. ദൂരവും അതേപോലെ തന്നെ അതിന് വരുന്ന ആ ഒരു ചിലവ്, അതായത് ദൂരത്തിന് വരുന്ന നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും അതുപോലെ തന്നെ സമയവുമാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ചിലവ് വരുന്നത്. അതേ സമയത്ത് ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് സാധനം കയറ്റി അയക്കുക അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യുകയാണെങ്കിൽ അവിടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള താരിഫുകളും അതുപോലെ തന്നെ തീരുവകളൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, കൊടുക്കേണ്ടി വരും. സോ അത് അവിടെ എന്ത് ഉണ്ടാവും, അതിനൊരു തടസ്സമായിട്ട് ഈ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാനും കയറ്റുമതി ചെയ്യാനും എന്തുണ്ട്, അവിടെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വരുന്നുണ്ട്.
ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാക്കുന്ന അതേ ചിലവ് മാത്രം മതിയാവില്ല നമ്മൾ ഈ ഒരു ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള പ്രോഡക്റ്റ് മറ്റൊരു രാജ്യത്ത് അത് വിറ്റയക്കുന്ന സമയത്ത്. അപ്പോൾ അതിനകത്തേക്ക് അവിടെ ടാക്സ് കൂടി അല്ലെങ്കിൽ ആ താരിഫ് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, അതിനകത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് ഒരു രണ്ടാമത്തെ ഡിഫറൻ്റായി പ്രോഡക്റ്റ് മൊബിലിറ്റിയുടെ കാര്യത്തിൽ ഒരു രാജ്യത്തിനകത്ത് നമുക്ക് സ്വതന്ത്രമായിട്ട് എന്ത് ചെയ്യാം, അത് കൊണ്ട് നടക്കാം. അതേ സമയത്ത് രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അവിടെ നിർബന്ധമായിട്ടും അതിന് നമ്മൾ താരിഫ് കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. സോ അതിൻ്റെ കോസ്റ്റിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ദെൻ മൂന്നാമത്തെ കാര്യം എക്കണോമിക് എൻവയോൺമെൻ്റ് ആണ്. എല്ലാ രാജ്യത്തെയും എക്കണോമിക് എൻവയോൺമെൻറ്റ് ഡിഫറൻ്റ് ആയിരിക്കും, ഒരേപോലെ ആയിരിക്കില്ല. ഓരോ രാജ്യത്തിൻ്റെയും അവരുടെ സാമ്പത്തിക സ്ഥിതിയും അവരുടെ സാമ്പത്തിക വളർച്ചയും അതുപോലെ തന്നെ അവരുടെ ഉൽപ്പാദന ശേഷിയും ഈ എക്കണോമിക് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിഫറൻ്റ് ആയിരിക്കും, വ്യത്യസ്തമായിരിക്കും. സോ അത് എന്ത് ചെയ്യും, ഈ പ്രൊഡക്ഷൻ്റെ സമയത്തും അതുപോലെ തന്നെ സെയിൽ ചെയ്യുന്ന സമയത്തും ഇപ്പോൾ ചില രാജ്യങ്ങളിൽ പോപ്പുലേഷൻ കൂടുതലായിരിക്കും, ചില രാജ്യങ്ങളിൽ പോപ്പുലേഷൻ അവരുടെ മാർക്കറ്റ് വളരെ നാരോ ആയിരിക്കും, പോപ്പുലേഷൻ കൂടിയെടുത്ത് വളരെ വൈഡ് ആയിട്ടുള്ളൊരു മാർക്കറ്റ് ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ അവിടെയുള്ള ജനങ്ങളുടെ ഉൽപ്പാദന ശേഷി വളരെ കൂടുതലായിരിക്കും, ചില രാജ്യങ്ങളിൽ അത് വളരെ കുറവായിരിക്കും. അത് പല കാരണങ്ങൾ കൊണ്ട് ദരിദ്ര രാജ്യങ്ങളിലൊക്കെ അവരുടെ ഈ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ഉൽപ്പാദന ശേഷി വളരെ കുറവായിരിക്കും. സോ അങ്ങനെയൊക്കെ ഡിഫറെൻ്റ് എക്കണോമിക് എൻവയോൺമെൻറ്റിനകത്ത് എന്താണ് ഡിഫറെൻ്റ് ആണ്. സോ അവിടെ പ്രൊഡക്ഷൻ നടത്തുന്ന സമയത്ത് ഈ രാജ്യങ്ങൾ തമ്മിൽ പ്രൊഡക്ഷൻ നടത്തുന്ന സമയത്ത് അവിടെ എന്തായിരിക്കും, ആ ഒരു പ്രൊഡക്ഷന് വരുന്ന ചിലവും അതുപോലെ തന്നെ എന്തായിരിക്കും ഡിഫറെൻ്റ് ആയിട്ട് വരാനാണ് സാധ്യതയുള്ളത്. സോ ഒരു രാജ്യത്തിനകത്താണെങ്കിൽ അതെന്തായിരിക്കും ഏകദേശം സെയിം ആയിരിക്കും, രാജ്യത്തിന് പുറത്ത് പോകുന്ന സമയത്ത് എക്കണോമിക് എൻവയോൺമെൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ചില രാജ്യങ്ങൾക്ക് നാച്ചുറൽ അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കും, ചില പ്രോഡക്റ്റുകൾക്ക് അല്ലെങ്കിൽ ചില സാധനങ്ങളുടെ അസംസ്കൃത വസ്തുക്കൾക്ക് ആ രാജ്യത്തിനകത്ത് അത് സുലഭമായിട്ട് ലഭ്യമാകും. ഇപ്പോൾ നമുക്ക് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെട്രോളിയം ഉൽപ്പന്നം വളരെ ചീപ്പ് റേറ്റിന് അവരുടെ രാജ്യങ്ങളിൽ തന്നെ അത് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. പക്ഷേ മറ്റു രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് വേണം ആ ഒരു കാര്യം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. സോ ചില കാര്യങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, നാച്ചുറലായിട്ട് അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. then അതേപോലെ തന്നെ മോണിറ്ററി യൂണിറ്റ്സ്, ഒരു രാജ്യത്തിനകത്ത് ഉപയോഗിക്കുന്ന മോണിറ്ററി യൂണിറ്റ്സ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ റുപ്പീസാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഈ രാജ്യത്തിനകത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാം, വളരെ ഈസിലി കൈമാറ്റം ചെയ്യാം. ഇന്ത്യയിൽ നിന്ന് ഏത് സംസ്ഥാനങ്ങളിലേക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, നമുക്ക് ഈസിലി അത് കൈമാറ്റം ചെയ്യാം. കാരണം ഇന്ത്യൻ റുപ്പീസ് തന്നെയാണ് ഇന്ത്യ രാജ്യത്തിനകത്ത് എല്ലായിടത്തും ഉപയോഗപ്പെടുക്കുന്നത്. പക്ഷേ അതേ സമയത്ത് മറ്റൊരു രാജ്യത്തേക്ക് കയറ്റി അയക്കുന്ന സമയത്ത് അമേരിക്കയിലേക്കോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്ത് അവർ ഏത് കറൻസിയാണോ ഉപയോഗിക്കുന്നത് ആ കറൻസിയിലേക്ക് മാറ്റിയിട്ട് വേണ്ടി വരും നമുക്ക് എന്ത് ചെയ്യാൻ, ആ ഒരു പ്രോഡക്റ്റ് വിൽക്കാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് പ്രോഡക്റ്റുകൾ വാങ്ങിക്കാനോ വേണ്ടിയിട്ട് വരിക. സോ അവിടെ ഒരു മോണിറ്ററി യൂണിറ്റ്സിൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട്. ദെൻ ഇനി അടുത്തൊരു ഒരു ക്വസ്റ്റ്യനായിട്ട് നമുക്ക് പറയാം, വൈ ഇൻ്റർനാഷണൽ ട്രേഡ്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഇൻ്റർനാഷണൽ ട്രേഡ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ട്രേഡ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നിലനിൽക്കുക എന്നുള്ളതാണ്. ഈ വെൽത്ത് ഓഫ് നേഷൻ എന്ന് പറയുന്ന ആ ഒരു പബ്ലിക്കേഷൻ വന്നത് മുതൽ ആളുകൾ ഈ സാമ്പത്തിക വിദഗ്ധർ അന്താരാഷ്ട്ര വ്യാപാര സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ തേടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതെന്തിനാണ്, എന്തുകൊണ്ടാണ്, ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചർച്ചകൾ ആ സമയത്ത് നടന്നിട്ടുണ്ടായിരുന്നു. 200 വർഷത്തിലായിട്ട് ഏറെയായിട്ട് ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, വ്യക്തികൾ പരസ്പരം വ്യാപാരം ചെയ്യാറുണ്ട്. അപ്പോൾ ഈ വ്യക്തികൾ എന്ത് കാരണത്താലാണോ വ്യാപാരം ചെയ്യുന്നത് അതേ കാരണത്താൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, രാജ്യങ്ങൾ തമ്മിലും നമ്മൾ വ്യാപാരം നടത്തുന്നത്. വ്യക്തികൾ വ്യാപാരം നടത്തുന്നത് ലാഭം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശവും ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ കയ്യിൽ എക്സസ്സുള്ള സാധനം മറ്റൊരു ആൾക്ക് കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശമൊക്കെയാണ് വ്യക്തികൾ സാധാരണ ഈ വ്യാപാരം നടത്തുന്ന സമയത്ത്, ട്രേഡ് നടത്തുന്ന സമയത്ത് അവർ ഉദ്ദേശിക്കുന്നത്. അതേ കൺസെപ്റ്റ് തന്നെയാണ് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തേക്ക് സാധനങ്ങൾ വിൽക്കുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കുകയോ ചെയ്യുന്ന സമയത്ത് അവിടെ ആ ഒരു കാര്യം നടക്കുന്നത്. സോ അതിൻ്റെ രണ്ടിൻ്റെയും ബേസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ട്രേഡിൻ്റെ രണ്ടിൻ്റെയും ബേസ് സെയിം തന്നെയാണ്. രാജ്യങ്ങൾ തമ്മിൽ വ്യാപാരമായാലും വ്യക്തികൾ തമ്മിൽ വ്യാപാരമായി കഴിഞ്ഞാലും അവരുടെ ഉദ്ദേശം സെയിമാണ്. അപ്പോൾ അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇൻ്റർനാഷണൽ ട്രേഡ്. അപ്പോൾ ചില രാജ്യങ്ങൾക്ക് അവർക്ക് ചില പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ സ്പെഷ്യലൈസേഷൻ ഉണ്ട്, വൈദഗ്ധ്യം ഉണ്ടായിരിക്കും. അവർക്ക് ആ പ്രോഡക്റ്റ് വളരെ കൂടുതൽ അല്ലെങ്കിൽ അവർക്കൊരു നാച്ചുറൽ അഡ്വാൻറ്റേജ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിഡിൽ ഈസ്റ്റ് കൺട്രീസിൽ അവർക്ക് കൂടുതലായിട്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങളുണ്ട്. അപ്പോൾ അത് അവിടെ മാത്രം അവർ ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് അതുകൊണ്ട് ബെനിഫിറ്റ് ഒന്നുമില്ല. പക്ഷേ അത് മറ്റു രാജ്യങ്ങളിലേക്ക് അത് കയറ്റി അയക്കുകയാണെങ്കിൽ അവർക്ക് അതിൽ നിന്നുള്ള ബെനിഫിറ്റ് കൂടി എന്ത് ചെയ്യാം, അവർക്കുണ്ടാകും. കാരണം അവർക്ക് ഓൾറെഡി ഒരു നാച്ചുറൽ അഡ്വാൻറ്റേജ് ഉണ്ട്. ഇനി ചില രാജ്യങ്ങൾക്ക് അവർക്ക് ഒരുപാട് പോപ്പുലേഷൻ ഉണ്ടായിരിക്കും. പോപ്പുലേഷൻ ഉള്ള സ്ഥിതിക്ക് അവിടെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ലാബേഴ്സിനൊക്കെ അവൈലബിൾ ആയിരിക്കും. അവർക്ക് ചില പ്രോഡക്റ്റുകൾ ധാരാളമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത പ്രോഡക്റ്റുകൾ മറ്റു രാജ്യത്തേക്ക് അവർക്ക് കയറ്റുമതി ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അതുപോലെ തന്നെ ചില രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് അവർ ചില പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ വൈദഗ്ധ്യം ഉണ്ടായിരിക്കും. ആ ഒരു പ്രോഡക്റ്റ് വളരെ നല്ല രീതിയിൽ ഉണ്ടാക്കാനുള്ള വൈദഗ്ധ്യമുള്ള
ചില ലാബേഴ്സുള്ള രാജ്യങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് ആ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അത് അതിൻ്റെ വൈദഗ്ധ്യം ഇല്ലാത്ത രാജ്യങ്ങളിലേക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, കയറ്റുമതി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ട് കാരണങ്ങൾ കൊണ്ട്, എന്തുകൊണ്ടാണോ വ്യക്തികൾ തമ്മിൽ വ്യാപാരം ചെയ്യുന്നത് അതേ കാരണം കൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, രാജ്യങ്ങൾ തമ്മിലും വ്യാപാരം ചെയ്യുന്നത്. ചരിത്രപരമായിട്ട് ഇതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു രാജ്യങ്ങളുടെ വിവിധ ഘട്ടങ്ങളായിട്ട് നമുക്ക് പറയാം. 19-ാം നൂറ്റാണ്ട് മുതലും അതിൻ്റെ മുമ്പൊക്കെ എന്തുണ്ടായിരുന്നു, ഈ ഒരു നമ്മൾ പറഞ്ഞു 200 വർഷത്തിലേറെയായി ഈ ഒരു വ്യാപാരം നടക്കാൻ തുടങ്ങിയിട്ട്, വ്യക്തികൾ തമ്മിൽ വ്യാപാരം നടക്കാൻ തുടങ്ങിയിട്ട്. അതേ കാരണത്താൽ തന്നെ അന്ന് മുതൽ തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, ഈ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാജ്യങ്ങൾ ഇങ്ങനെ വ്യാപാരം ചെയ്ത് തുടങ്ങിയപ്പോഴാണ് രാജ്യങ്ങൾക്ക് കൂടുതലായിട്ട് എക്കണോമിക്കൽ ഗ്രോത്ത് ഒക്കെ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് ചരിത്രം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും. ദെൻ ഇനി ഈ ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് വൺ, സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാകും. ഏത് രാജ്യമാണോ മറ്റൊരു രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യുന്നത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതലായിട്ട് അവരുടെ എക്കണോമിക് ഗ്രോത്ത്, അവരുടെ രാജ്യത്ത് നിന്ന് അവർക്ക് പ്രൊഡ്യൂസ് ചെയ്ത് അവിടെ സെയിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു വരുമാനം അവർക്ക് എന്തിൽ നിന്ന് നേടിയെടുക്കാൻ പറ്റും, ഈ ഇൻ്റർനാഷണൽ ട്രേഡിൽ നിന്ന് അവർക്ക് നേടിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഇറക്കുമതിയേക്കാൾ കൂടുതലായിട്ട് അവർ കയറ്റുമതിയാണ് ചെയ്യുന്നതെങ്കിൽ ആ രാജ്യം സാമ്പത്തികമായിട്ട് വളരെ അഭിവൃദ്ധിയുള്ള അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്ത് ഉള്ള ഒരു കൺട്രിയാണ് എന്ന് പറയും. സോ ഇതിനെ ഇൻ്റർനാഷണൽ ട്രേഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ, നമുക്ക് ഒരു രാജ്യത്തിൻ്റെ ഇൻ്റർനാഷണൽ ട്രേഡ് നോക്കുകയാണെങ്കിൽ ആ രാജ്യം അവർ ഡെവലപ്ഡ് കൺട്രി ആണോ, ഡെവലപ്പിംഗ് കൺട്രി ആണോ, അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് കൺട്രി ആണോ എന്ന് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. സോ അത് ഒരു സാമ്പത്തിക അളവുകോലായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് പറയാൻ പറ്റും. ദെൻ അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റുകളും സർവീസുകളും കൈമാറ്റം ചെയ്യുന്ന സമയത്ത് അവിടെ അറിവുകളും ഇൻഫർമേഷൻസും അതുപോലെ തന്നെ ടെക്നിക്കൽ നോളജ്, പലതരത്തിലുള്ള അറിവുകളും അതുപോലെ സംസ്കാരങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വിവരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ ഇപ്പോൾ ഒരു രാജ്യത്തെ അധികമുള്ള അസംസ്കൃത വസ്തുക്കൾ, ചില നാച്ചുറലി അഡ്വാൻറ്റേജ് ഉള്ള ചില രാജ്യങ്ങൾക്ക് നാച്ചുറലി അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെയുള്ള അസംസ്കൃത വസ്തുക്കൾ അത് ഉപയോഗിച്ചുകൊണ്ട് പ്രോഡക്റ്റ് ആയിക്കൊണ്ട് ഒന്നുകിൽ എന്ത് ചെയ്യാം, മറ്റൊരു രാജ്യത്തേക്ക് ഒരു വിൽപ്പന നടത്താൻ പറ്റും. അല്ലെങ്കിൽ ആ അസംസ്കൃത വസ്തുക്കളെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പോർട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ അധികമുള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിക്കാൻ സാധിക്കുക എന്നുള്ളത് എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഇൻ്റർനാഷണൽ ട്രേഡ് വന്നോട് കൂടിയിട്ടാണ് ഉപഭോക്താക്കൾ, കൺസ്യൂമേഴ്സിന് വ്യത്യസ്ത രാജ്യങ്ങളുടെ വ്യത്യസ്ത തരത്തിലുള്ള പ്രോഡക്റ്റുകൾ എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഒരു രാജ്യത്തിനകത്തുള്ള പ്രോഡക്റ്റ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് നമ്മളോട് പറയുകയാണെങ്കിൽ, നമുക്കിപ്പോൾ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പലതരത്തിലുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് ലഭ്യമാകില്ല. പക്ഷേ അതേ സമയത്ത് ഇൻ്റർനാഷണൽ ട്രേഡ് ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് പല രാജ്യങ്ങളുടെ പലതരത്തിലുള്ള പ്രോഡക്റ്റുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതിൻ്റെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റുന്നത്. സോ ഉപഭോക്താക്കൾക്ക് വ്യത്യസ്ത തരത്തിലുള്ള അവർക്കൊരു ചോയ്സ് അവിടെ ലഭ്യമാവുകയാണ്. അതുപോലെ തന്നെ സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു രാജ്യം അവർ ഒരു പ്രോഡക്റ്റിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് അവരുടെ രാജ്യത്ത് ഉപയോഗിക്കുന്നതിനും ദെൻ അതേപോലെ തന്നെ പുറത്തേക്ക് അത് കയറ്റുമതി ചെയ്യുന്നതിനും വേണ്ടിയിട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവരതിൽ കൂടുതൽ, നമ്മളൊരു സാധനം വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും, അതിൽ സ്പെഷ്യലൈസേഷൻ ഉണ്ടാവും എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ഒരു രാജ്യം ഒരു പ്രോഡക്റ്റ് കൂടുതലായിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അതിൽ സ്പെഷ്യലൈസേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ ബന്ധപ്പെട്ട് വരുന്നൊരു സാധനമാണ് ഏറ്റവും അവസാനത്തെ പോയിന്റ്, എക്കണോമിക്സ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില കോസ്റ്റിൽ വരുന്ന ബെനിഫിറ്റിനാണ് നമ്മൾ എന്താ പറയുക, എക്കണോമിക്സ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. സ്പെഷ്യലൈസേഷൻ ഉണ്ടാവും, അതേപോലെ തന്നെ എക്കണോമിക്സ് ഓഫ് സ്കെയിൽ. കാരണം നമ്മുടെ രാജ്യത്തേക്ക് മാത്രമല്ല മറ്റു രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യാനുള്ള പ്രോഡക്റ്റുകൾ കൂടി നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എക്കണോമിക്സ് ഓഫ് സ്കെയിലും അതുപോലെ തന്നെ സ്പെഷ്യലൈസേഷൻ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ കമ്പാരിറ്റീവ്ലി അഡ്വാൻറ്റേജ് വരികയാണ്, മറ്റു രാജ്യങ്ങളോട് കമ്പാരിറ്റീവ്ലി അഡ്വാൻറ്റേജിൽ. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹ്യൂമൻ റിസോഴ്സ് മറ്റു രാജ്യങ്ങളെ സംബന്ധിച്ച്, ചൈനയല്ലാത്ത മറ്റു രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കമ്പാരിറ്റീവ്ലി അഡ്വാൻറ്റേജ് ഉള്ള ഒരു രാജ്യമാണ്. അതേസമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മിഡിൽ ഈസ്റ്റ് കൺട്രീസിന് അവർക്ക് നാച്ചുറലി അഡ്വാൻറ്റേജ് ഉള്ള കാര്യമാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. സോ അങ്ങനെ കമ്പാരിറ്റീവ്ലി അഡ്വാൻറ്റേജ് ഉള്ളതിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അത് മറ്റു രാജ്യങ്ങളിലേക്ക് അത് കയറ്റുമതി ചെയ്ത് അതിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കാനും അല്ലെങ്കിൽ പ്രോഫിറ്റ് നേടിയെടുക്കാനൊക്കെ അല്ലെങ്കിൽ അവരുടെ എക്കണോമിക് ഗ്രോത്ത് ഉയർത്താനും ഒക്കെ സാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. സോ ഇതൊക്കെയാണ് ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. തന്നെ ഇനി ഇതുമായിട്ട് ഇൻ്റർനാഷണൽ ട്രേഡുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന 2-3 ടേംസുകളാണ് നമുക്ക് ബാലൻസ് ഓഫ് പേയ്മെൻറ്റും അതേപോലെ തന്നെ ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്. ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ടേമാണ് ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്. അതായത് ഒരു നിശ്ചിത സമയം എന്ന് പറയുമ്പോൾ ഒരു ദിവസത്തിലോ അല്ലെങ്കിൽ ഒരു മാസത്തിലോ അല്ലെങ്കിൽ ഒരു വർഷത്തിലോ എത്രയാണോ നമ്മൾ നിശ്ചിത സമയം എടുക്കുന്നത് ആ നിശ്ചിത സമയത്തിനകത്ത് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക്
നടത്തിയിട്ടുള്ള എല്ലാ ഇറക്കുമതികളുടെയും അതേപോലെ തന്നെ കയറ്റുമതികളുടെയും വ്യത്യാസത്തെ സൂചിപ്പിക്കുന്നതിനാണ് നമ്മൾ എന്താ പറയുക ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുക. ഇനി ഈ ഇറക്കുമതിയും അതേപോലെ തന്നെ കയറ്റുമതി എന്ന് പറയുന്ന സമയത്ത് അതിനകത്ത് സാധനങ്ങളും സേവനങ്ങളുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ കയറ്റുമതിയും അതുപോലെ തന്നെ അതിൻ്റെ ഇറക്കുമതിയും അതിലുള്ള വരുന്ന വ്യത്യാസത്തെയാണ് നമ്മൾ എന്താ പറയുക ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയും. ഉദാഹരണത്തിന് ഇന്ത്യയും USA എടുക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് USA ഒരുപാട് സാധനങ്ങൾ കയറ്റുമതി ചെയ്തിട്ടുണ്ടായിരിക്കും, അതേപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതിയും ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ കയറ്റുമതിയുടെയും അതേപോലെ തന്നെ ഇറക്കുമതിയുടെയും വ്യത്യാസത്തിനെയാണ് നമ്മൾ എന്താ പറയുന്നത് അവിടെ ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്. ദെൻ ഈ ബാലൻസ് ഓഫ് ട്രേഡ് കണക്കാക്കുന്നത് പണത്തിൻ്റെ രൂപത്തിലാണ്. അതായത് എത്ര രൂപയുടെ സാധനമാണോ അങ്ങോട്ട് കയറ്റുമതി ചെയ്തിട്ടുള്ള, എത്ര രൂപയുടെ സാധനമാണോ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തിട്ടുള്ള അതിൻ്റെ വ്യത്യാസമാണ് നമ്മൾ എന്ത് ചെയ്യുക അവിടെ. സാധനങ്ങളുടെ എണ്ണമല്ല നമ്മൾ നോക്കുന്നത്, സാധനങ്ങളുടെ പണത്തിൻ്റെ മൂല്യം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക അവിടെ ഇതിൻ്റെ വ്യത്യാസം നമ്മൾ കണക്കാക്കുന്നത്. ദെൻ ഈ ബാലൻസ് ഓഫ് ട്രേഡ് കണക്കാക്കുന്ന സമയത്ത് രണ്ട് തരത്തിലുള്ള ട്രേഡുകൾ നമുക്ക് വരാറുണ്ട്. പോസിറ്റീവ് ബാലൻസ് ഓഫ് ട്രേഡും അതേപോലെ തന്നെ നെഗറ്റീവ് ബാലൻസ് ഓഫ് ട്രേഡും വരാറുണ്ട്. അതായത് പോസിറ്റീവ് ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറഞ്ഞാൽ കയറ്റുമതി കൂടുകയും ഇറക്കുമതി കുറയുകയും ചെയ്യുന്ന സിറ്റുവേഷനാണ് നമ്മൾ പോസിറ്റീവ് ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുക. അതേസമയത്ത് അതിൻ്റെ നേരെ തിരിച്ച് ഇറക്കുമതി കൂടുകയും കയറ്റുമതി കുറയുകയും ചെയ്യുന്ന സാഹചര്യത്തിനാണ് നമ്മൾ എന്താ പറയുക നെഗറ്റീവ് ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്. അതായത് കയറ്റുമതി കൂടുകയും ഇറക്കുമതി കുറയുകയും ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സർപ്ലസ് ട്രേഡ് ആയിരിക്കും ഉണ്ടാവുക, നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് ആയിരിക്കും. അതേസമയത്ത് കയറ്റുമതി കുറയും ഇറക്കുമതി കൂടുകയും ചെയ്യുകയാണെങ്കിൽ നമുക്കവിടെ നെഗറ്റീവ് ആയിരിക്കും. നമ്മൾ പറഞ്ഞു ഇതിന് നമ്മൾ ഡെഫിസിറ്റ് ബാലൻസ് എന്ന് കൂടി എന്ത് ചെയ്യാറുണ്ട് പറയാറുണ്ട്, അല്ലെങ്കിൽ ഡെഫിസിറ്റ് ട്രേഡ് എന്ന് കൂടി പറയാറുണ്ട്. ട്രേഡ് ഡെഫിസിറ്റ് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് അതിനെ വിളിക്കാറുണ്ട്. ദെൻ നെക്സ്റ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു ടേമാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റിനകത്ത് ബാലൻസ് ഓഫ് ട്രേഡും അതിലേക്ക് അതിന് പുറമെ നടത്തുന്ന രാജ്യങ്ങൾ നടത്തുന്ന ഈ ഇൻവെസ്റ്റ്മെൻറ്റുകളും അതേപോലെ തന്നെ ക്യാപിറ്റൽ ട്രാൻസ്ഫറും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ ബാലൻസ് ഓഫ് ട്രേഡിനകത്ത് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ട്രാൻസ്ഫർ മാത്രമാണ്, അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ട്രേഡ് മാത്രമാണ് നമ്മളവിടെ ഈ ബാലൻസ് ഓഫ് ട്രേഡിനകത്ത് നമ്മൾ എഴുതി സൂക്ഷിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് നമ്മൾ നോക്കുന്നത്. ദെൻ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് വസിക്കുന്ന ജനങ്ങൾ മറ്റു രാജ്യങ്ങളുമായിട്ട് നടത്തുന്ന എല്ലാത്തരം വ്യാപാരങ്ങളും അതുപോലെ തന്നെ സാമ്പത്തിക ഇടപാടുകളും ഒക്കെ എന്ത് ചെയ്യുകയാണ് സിസ്റ്റമാറ്റിക്കായി രേഖപ്പെടുത്തി വെക്കുന്ന അതിനെയാണ് നമ്മളെന്ത് പറയുക ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു നിശ്ചിത സമയത്ത് ഒരു രാജ്യത്തുള്ള ആളുകൾ എന്ത് ചെയ്യണം മറ്റു രാജ്യങ്ങളുമായിട്ട് കൈമാറ്റം ചെയ്തിട്ടുള്ള സാധനങ്ങൾ, സേവനങ്ങൾ, പ്രതിഫലങ്ങൾ, പണമില്ലാതെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരുന്നതാണെങ്കിൽ അതിനെയാണ് നമ്മളെന്ന് പറയുന്നത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ബാലൻസ് ഓഫ് ട്രേഡും ബാലൻസ് ഓഫ് പേയ്മെൻറ്റും അതിൽ കൺഫ്യൂഷൻ വരരുത്. കാരണം ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറഞ്ഞാൽ സാധനങ്ങളും സേവനങ്ങളും മാത്രമാണ് വരുന്നത്. അതിന് പുറമെ അവിടെ വരുന്ന പിന്നെ പ്രതിഫലങ്ങൾ, അതുപോലെ തന്നെ പണമില്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾ, തന്നെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ, ക്യാപിറ്റൽ ട്രാൻസ്ഫറുകൾ, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പണം കൈമാറ്റം ചെയ്യപ്പെട്ടത്, ഇതൊക്കെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിനകത്ത് വരുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു രാജ്യത്തെ നിന്നുള്ള ആളുകൾ എന്ത് ചെയ്യുകയാണ് മറ്റു രാജ്യങ്ങളിലേക്ക് അവിടുന്ന് തിരിച്ചു വയ്ക്കുന്ന സാധനങ്ങൾ, സേവനങ്ങൾ, സമ്മാനങ്ങൾ, ആസ്തികൾ, ഇവ എല്ലാം എന്ത് ചെയ്യാണ് ഇത് ഈ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഇതിന് പുറമെ ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഉള്ള പണത്തിൻ്റെ ഒഴുക്ക്, ഇപ്പോൾ അവിടെയുള്ള ഒരാൾ ഇങ്ങോട്ട് ക്യാഷ് കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള ഒരാൾ അങ്ങോട്ട് ക്യാഷ് കൊടുക്കുന്നത്, പ്രത്യേകിച്ച് അവിടെ പിന്നെ ഗുഡ്സ് ഓർ സർവീസ് ഒന്നും ഇല്ലാതെ പണത്തിൻ്റെ കൈമാറ്റം ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ എന്തിനകത്ത് വരുന്നുണ്ട് ബാലൻസ് ഓഫ് പേയ്മെൻറ്റിനകത്ത് വരുന്നുണ്ട്. ദെൻ ഈ ബാലൻസ് ഓഫ് പേയ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന രണ്ട് അക്കൗണ്ടുകളാണ് കറണ്ട് അക്കൗണ്ടും അതേപോലെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന ആശയത്തിന് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് അക്കൗണ്ടാണ്. അതിലൊരു അക്കൗണ്ടാണ് ഈ കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത്. കാണാൻ സാധിക്കുന്നതും അതായത് പിന്നെ നമുക്ക് കാണാനും ടച്ച് ചെയ്യാനും സാധിക്കുന്ന എല്ലാ സാധനങ്ങളും അതുപോലെ തന്നെ കാണാൻ സാധിക്കാത്തതുമായിട്ടുള്ള സാധനങ്ങളും സേവനങ്ങളും ഒക്കെ കണക്ക് രേഖപ്പെടുത്തി വെക്കുന്ന ഒരു അക്കൗണ്ടിനെയാണ് നമ്മൾ എന്താ പറയുക കറണ്ട് അക്കൗണ്ട് എന്ന് പറയാം. ഇതിന് പുറമെ ഈ സ്കോളർഷിപ്പുകൾ അതുപോലെ തന്നെ എന്തെങ്കിലും സബ്സിഡികൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു രാജ്യം മറ്റൊരു രാജ്യത്ത് നിന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും കറണ്ട് അക്കൗണ്ടിനാണ് എഴുതി വെക്കുന്നത്. അതുപോലെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ടേമിലേക്കോ അല്ലെങ്കിൽ ലോങ് ടേമിലേക്കോ, അതായത് ഹ്രസ്വകാലത്തേക്കോ അല്ലെങ്കിൽ ദീർഘകാലത്തേക്കോ ഒക്കെ നൽകപ്പെടുന്ന ഈ മൂലധന നിക്ഷേപങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അക്കൗണ്ടിനെയാണ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയും. ഇപ്പോൾ ഒരു രാജ്യത്തുള്ള വ്യക്തി, ഇപ്പോൾ ഇന്ത്യയിലുള്ളൊരു വ്യക്തി അമേരിക്കയിൽ കൊണ്ടുപോയിട്ട് കുറച്ച് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാണ്. ഷോർട്ട് ടേമിലേക്കായിക്കോട്ടെ ലോങ് ടേമിലായിക്കോട്ടെ അവർ അവിടെ ഏതെങ്കിലും ഒരു കമ്പനിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലോ ഒക്കെ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ മൂലധന നിക്ഷേപം ഇനി തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യും ഇതിനകത്ത് ഈ ക്യാപിറ്റൽ അക്കൗണ്ടിനാണ് എഴുതി വെക്കുക. ഇത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട രണ്ട് അക്കൗണ്ടുകൾ. അതിലൊന്നാണ് കറണ്ട് അക്കൗണ്ട്, രണ്ടാമത്തെ ക്യാപിറ്റൽ അക്കൗണ്ടും. കറണ്ട് അക്കൗണ്ടിനകത്ത് നമ്മളവിടെ എഴുതി വെക്കുന്നത് കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതുമായിട്ടുള്ള സാധനങ്ങളും സേവനങ്ങളും അവയുടെ കൈമാറ്റമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു കറണ്ട് അക്കൗണ്ടിനകത്ത് എഴുതി വെക്കുന്നത്. അതേ സമയത്ത് ക്യാപിറ്റൽ അക്കൗണ്ട് ആണെങ്കിൽ അവിടെ ഹ്രസ്വകാലത്തേക്ക്
ഹ്രസ്വകാലത്തേക്കും അതേപോലെ തന്നെ ദീർഘകാലത്തേക്കുള്ള എല്ലാ മൂലധന നിക്ഷേപങ്ങളുമാണെന്ന് എന്ത് ചെയ്യുന്നത് അവിടെ നമ്മൾ എഴുതി വെക്കപ്പെടുന്നത്. ദെൻ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു കൺസെപ്റ്റാണ് ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിൻ്റെ കറൻസി മറ്റൊരു രാജ്യത്തിൻ്റെ കറൻസിയുമായിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്ന സമയത്ത് എത്ര രൂപയാണോ കിട്ടുന്നത് ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ എന്താ പറയുക ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ഡോളറിനെതിരെ ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ എത്രയാണെന്നൊക്കെ നമ്മൾ നോക്കാറുണ്ട്. ഇപ്പോൾ ഒരു ഡോളറിന് എത്ര ഇന്ത്യൻ രൂപ കൊടുക്കണം, അതാണ് നമ്മളവിടെ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു ഡോളറിന് ഇന്ത്യൻ രൂപ 80 രൂപ കൊടുക്കണമെങ്കിൽ അവിടെ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് വരുന്നത് $1 = 80 rupees. അതായിരിക്കും അവിടുത്തെ വിനിമയ നിരക്ക് വരുന്നത്. ഇത് കയറ്റുമതി ചെയ്യുന്ന സമയത്തും ഇറക്കുമതി ചെയ്യുന്ന സമയത്തും ഇനി മറ്റു സാമ്പത്തിക ഇടപാടുകളുള്ള സമയത്തൊക്കെ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് അവിടെ ഒരു അതിൻ്റെ ഇടയിൽ വരുന്നൊരു കൺസെപ്റ്റാണ്. കാരണം കയറ്റുമതി ചെയ്യുമ്പോൾ ഇവിടുന്ന് സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അവരവിടുന്ന് പേയ്മെൻറ്റ് നടത്തുന്ന അവരുടെ പണത്തിലായിരിക്കും നമുക്ക് പേയ്മെൻറ്റ് നടത്തുക. സോ അവരുടെ പണം എത്ര എണ്ണം നമുക്ക് കിട്ടണം, അതായത് അതിനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്രയാണോ പ്രൈസ് ചാർജ് ചെയ്തിട്ടുള്ളത് ആ ഇന്ത്യൻ രൂപയിലേക്ക് എത്ര രൂപ വേണമെങ്കിൽ അവരുടെ എത്ര ഡോളേഴ്സ് കിട്ടണം അല്ലെങ്കിൽ അവരുടെ കറൻസി എത്ര കിട്ടണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. സോ അതേപോലെ തന്നെ ഇറക്കുമതി ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ റുപ്പീസ് കൊണ്ടുപോയിട്ട് നമുക്ക് അവിടുന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. സോ അതിനെ കൺവേർട്ട് ചെയ്തുകൊണ്ട് അവരുടെ കറൻസിയിലേക്ക് മാറ്റിയതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവരുടെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അതിനെ ഇറക്കുമതി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് കറൻസികൾ തമ്മിൽ കൈമാറ്റം ചെയ്യപ്പെടുന്ന സമയത്ത് എത്രയാണോ അതിന് വാല്യൂ കിട്ടുന്നത് ആ ഒരു കറൻസിക്ക് വാല്യൂ കിട്ടുന്നത് അതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ദെൻ ഈ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? റീസൺസ് ഫോർ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് ആണ്. വിനിമയ നിരക്ക് ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ കാരണങ്ങൾ ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് സാധനങ്ങളും സേവനങ്ങളും വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുന്നതിന് ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിക്ഷേപം നടത്തുന്നതിനും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഇപ്പോൾ ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തിലുള്ള കമ്പനിയിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ നിക്ഷേപം നടത്തുന്ന സമയത്ത് അവിടെയും ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലെ സ്ഥാപനങ്ങൾ അവരുടെ ഷെയർസോ അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സോ അതുപോലെയുള്ള കടപ്പത്രങ്ങളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഈ എക്സ്ചേഞ്ച് റേറ്റ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ നിന്നുള്ള ഓഹരികളും കടപ്പത്രങ്ങളും നമ്മുടെ രാജ്യത്തിൻ്റെ കമ്പനീസിൽ കൊണ്ടുവന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് ഉപയോഗപ്പെടുത്താറുണ്ട്. ദെൻ അതുപോലെ തന്നെ വിനിമയത്തിലൂടെ ലാഭം കണ്ടെത്തുക എന്നുള്ളതും അതേപോലെ തന്നെ മൂല്യം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ളതിനൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഈ ഒരു ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് ഉപയോഗപ്പെടുത്താറുണ്ട്. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വ്യക്തി എന്ത് ചെയ്യുകയാണ്, ഇപ്പോൾ ഇന്ത്യൻ റുപ്പീസിൻ്റെ വാല്യൂ ഡേ ബൈ ഡേ കുറഞ്ഞു വരികയാണ് നമുക്കറിയാം, നമ്മൾ പത്രങ്ങളൊക്കെ വായിക്കാറുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് ഒരു വ്യക്തി പോയിട്ട് കുറച്ച് $US എന്ത് ചെയ്യുകയാണ്, അവർ കുറച്ച് പർച്ചേസ് ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ പർച്ചേസ് ചെയ്ത് വെച്ചാൽ അവരുടെ കയ്യിൽ $US ആയിരിക്കും ഉണ്ടാവുക. ഇനി ഈ വിനിമയ നിരക്ക് ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റിൽ ഇന്ത്യൻ റുപ്പീസിൻ്റെ വാല്യൂ താഴേക്ക് വരികയാണെങ്കിൽ അത് ഇപ്പോൾ 80 രൂപയായിരുന്ന സമയത്താണ് അവരെന്ത് ചെയ്തത്, ഒരു ഡോളർ വാങ്ങിച്ചുള്ളത്. അതായത് 80 രൂപ കൊടുത്ത് ഒരു ഡോളർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇനി മൂല്യം ഈ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റിനകത്ത് ഇന്ത്യൻ റുപ്പീസ് 90 രൂപയിലേക്ക് കൂടുകയാണെങ്കിൽ, അതായത് ഒരു ഡോളറിനെതിരെ 90 രൂപയായിട്ട് മാറുകയാണെങ്കിൽ അവിടെ ഇയാൾക്ക് അയാളുടെ കയ്യിലുള്ള ഡോളർ കൈമാറ്റം ചെയ്യപ്പെടുന്ന സമയത്ത് 90 രൂപ കിട്ടും. അവിടെ 10 രൂപ അദ്ദേഹത്തിന് ലാഭം ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് ക്യാഷ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ലാഭം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, വിനിമയത്തിലൂടെ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് മൂല്യം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ളത്. ഇപ്പോൾ നമ്മളൊക്കെ പണത്തിൻ്റെ മൂല്യം ഡേ ബൈ ഡേ കുറയാണെന്ന് പറയും. അപ്പോൾ നമ്മൾ അത് പേടിച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ കയ്യിലുള്ള പണം മറ്റൊരു രാജ്യത്തിൻ്റെ കറൻസിയിലേക്ക് മാറ്റിയിട്ട് കഴിഞ്ഞാൽ അവരുടെ മൂല്യം കുറയുന്നില്ല എന്നുള്ള ഒരു ധൈര്യത്തോടു കൂടിയിട്ട് അങ്ങനെ മൂല്യം നഷ്ടപ്പെടാതിരിക്കാനും എന്ത് ചെയ്യാറുണ്ട്, ഈ വിനിമയ നിരക്കൊക്കെ ഉപയോഗപ്പെടുത്താറുണ്ട്. ദെൻ ഈ ടൈപ്സ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ആണ്. പ്രധാനമായിട്ടും ഫോറിൻ എക്സ്ചേഞ്ച് 3 തരത്തിലാണുള്ളത്. ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ട്, ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ട്, അതേപോലെ തന്നെ മാനേജ്ഡ് ഫ്ലോട്ടഡ് എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ട്. ഈ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞ് ഒരു പരിധി വരെ ഈ ഒരു എക്സ്ചേഞ്ച് റേറ്റ് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള അവരുടെ കറൻസിയിലുള്ള കൈമാറ്റം ചെയ്യപ്പെടുന്നതിനുള്ള സമയത്തുള്ള ആ ഒരു എക്സ്ചേഞ്ച് റേറ്റ് എപ്പോഴും സ്ഥിരമായിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പരിധി വരെ സ്ഥിരമായിരിക്കുകയാണെങ്കിൽ അതിനാണ് നമ്മൾ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുക. ഇങ്ങനെ സ്ഥിരമായിരിക്കാനുള്ള കാര്യം രണ്ട് രാജ്യങ്ങളുടെയും സെൻട്രൽ ബാങ്കുകളും അവരുടെ ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പ്രകാരം അവരെന്ത് ചെയ്യുകയാണ്, അവരിടപെട്ടുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അത് ഫിക്സ്ഡ് ആക്കി വെക്കുകയാണെങ്കിൽ അതിനാണ് ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുക. ഇനി അതേ സമയത്ത് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡിമാൻഡിനും സപ്ലൈക്കും അനുസരിച്ചിട്ട് ഈ എക്സ്ചേഞ്ച് റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. അതായത് എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കും, ഏത് സമയത്ത് വേണമെങ്കിലും ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ചിട്ട് അവിടെ എക്സ്ചേഞ്ച് റേറ്റ് കൂടാനും അതേപോലെ തന്നെ ഫ്ലോട്ടിംഗ് ഡിമാൻഡ് കുറയുന്നതിനോ അല്ലെങ്കിൽ സപ്ലൈ കൂടുന്നതിനനുസരിച്ചൊക്കെ എന്ത് ചെയ്യുകയാണ്, അവിടെ ഈ എക്സ്ചേഞ്ച് റേറ്റ് കുറയുകയാണെങ്കിൽ അതിനാണ് നമ്മൾ എന്താ പറയുന്നത്, ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് എന്നൊക്കെ പറയുന്നത്.
അതുപോലെ തന്നെ മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ എന്തായിരിക്കും ഫിക്സ്ഡ് ആയിരിക്കും. അതായത് നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ള രണ്ടിൻ്റെ ഒരു കോമ്പിനേഷനാണ് യഥാർത്ഥത്തിൽ ഇത്. ഒരു പരിധി വരെ ഗവൺമെൻറ്റിന് അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നു, ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിനൊക്കെ ഇവിടെ ഇടപെടാൻ പറ്റുന്നു. പക്ഷേ ഒരു പരിധിയിലേറെ പോയി കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അത് ഫ്ലോട്ടിംഗ് ആയിട്ട് മാറുകയാണ്. ഫിക്സ്ഡ് തന്നെ ആയിരിക്കും, പക്ഷേ അവിടെ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും, ഫ്ലോട്ടിംഗ് ആയിട്ട് മാറും. അപ്പോൾ ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ സെൻട്രൽ ബാങ്കിനും ഒരു പരിധി വരെ ഇടപെടാൻ പറ്റുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 3 തരത്തിലുള്ള എക്സ്ചേഞ്ച് റേറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ദെൻ ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന 4 കൺസെപ്റ്റുകളാണ് ഡിവാലുവേഷനും റീവാലുവേഷനും അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ അപ്രീസിയേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റുകൾ. ഇതോട് കൂടിയിട്ട് നമ്മുടെ മൊഡ്യൂൾ അവസാനിക്കും. ഡിവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് കറൻസിയുടെ മൂല്യം ഡെലിബറേറ്റ്ലി, അതായത് മനഃപൂർവ്വം നമ്മൾ എന്ത് ചെയ്യുകയാണ്, കുറയ്ക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡീവാലുവേഷൻ എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര വിനിമയം നടക്കുന്ന സമയത്ത് ഒരു രാജ്യത്തിൻ്റെ കറൻസി മറ്റൊരു രാജ്യത്തിൻ്റെ കറൻസിയുമായിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഏത് കറൻസിയാണ് അല്ലെങ്കിൽ നമ്മുടെ ഏത് രാജ്യത്താണോ ഉള്ളത് ആ കറൻസിയുടെ മൂല്യം കുറയ്ക്കുന്നത് മനഃപൂർവ്വം ഡെലിബറേറ്റ്ലി എന്ത് ചെയ്യണം, കുറയ്ക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡീവാലുവേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ കുറയ്ക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇത് എന്ത് ചെയ്യും, കയറ്റുമതിയെ കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ കൂടുതലായിട്ട് പുറത്തുനിന്ന് രാജ്യങ്ങളിൽ അവർ കൂടുതലായിട്ട് ഇവിടുന്ന് എന്ത് ചെയ്യും, സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ റെഡിയാവും. അതുപോലെ തന്നെ ഈ ആഭ്യന്തര മാർക്കറ്റിലുള്ള വ്യക്തികൾ അവർക്ക് കയറ്റുമതി ചെയ്താൽ പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവില്ല. കാരണം എന്താണ്, മറ്റു രാജ്യങ്ങളുടെ കറൻസി ആയിട്ട് എടുത്ത് വെക്കുന്ന സമയത്ത് നമ്മുടെ കറൻസിയുടെ മൂല്യം കുറവാണ്. സോ അവർ കയറ്റുമതി ചെയ്യാതെ അത് ആഭ്യന്തര വിപണിയിൽ തന്നെ കൂടുതലായിട്ട് അത് വിൽക്കപ്പെടാനൊരു കാരണമായിട്ട് മാറും. അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളെ കൂടുതലായിട്ട് ഇങ്ങോട്ട് ഇവിടുന്ന് ചില സാധനങ്ങൾ ഇപ്പോൾ വിറ്റ് പോകുന്നില്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇവിടുന്ന് കയറ്റുമതി കുറവാണ്, നമ്മുടെ രാജ്യത്ത് നിന്ന് കയറ്റുമതി കുറവാണെങ്കിൽ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഡെലിബറേറ്റ്ലി ഡീവാലുവേഷൻ നടത്താം. അപ്പോൾ എന്ത് ചെയ്യാം, അവിടുന്ന് കൂടുതലായിട്ട് ആളുകൾ കയറ്റുമതി നടത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പല അവസ്ഥകൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ പല സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഡെലിബറേറ്റ്ലി ഒരു രാജ്യത്തിൻ്റെ കറൻസി അതിൻ്റെ മൂല്യം കുറയ്ക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഡീവാലുവേഷൻ എന്ന് പറയുന്നത്. ഇനി അതിന് നേരെ ഓപ്പോസിറ്റാണ് റീവാലുവേഷൻ എന്ന് പറയുക. അതായത് ഈ ഒരു കൺസെപ്റ്റ് ഇപ്പോൾ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ കറൻസിയുമായിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്ന സമയത്ത് അവിടെ മനഃപൂർവ്വം നമ്മൾ എന്ത് ചെയ്യാം, ഡെലിബറേറ്റ്ലി നമ്മളവിടെ മൂല്യം കൂട്ടുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ റീവാലുവേഷൻ എന്ന് പറയുന്നത്. റീവാലുവേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ട് എന്ത് ചെയ്യും, ഇറക്കുമതി കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം നമുക്ക് ഇറക്കുമതി കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കറൻസി ഉപയോഗിച്ചുകൊണ്ട് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കൂടുതലായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കയറ്റുമതി ചെയ്യുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ സാധനങ്ങൾ കൂടുതൽ വില കിട്ടാനൊക്കെയുള്ള സാധ്യതയുണ്ട്. സോ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റീവാലുവേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിനകത്ത് നടക്കുന്നുണ്ട്. റീവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, മനഃപൂർവ്വം നമ്മുടെ വാല്യൂ ഒരു കറൻസി മറ്റൊരു കറൻസിയുമായിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്ന സമയത്ത് മൂല്യം കൂട്ടുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താ പറയുക, റീവാലുവേഷൻ എന്ന് പറയുക. അത് എല്ലാ കറൻസിയിലും ഒന്നും അത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഒരു രാജ്യത്തിൻ്റെ കറൻസി അത് ലോക വിപണിയിൽ അവർക്ക് വ്യക്തമായിട്ടുള്ള ആധിപത്യം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റീവാലുവേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഡീവാലുവേഷൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, കാരണം മൂല്യം കുറയ്ക്കുകയാണ്. അതേ സമയത്ത് റീവാലുവേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരുടെ കറൻസിക്ക് ലോകത്തിനകത്ത് അല്ലെങ്കിൽ അന്താരാഷ്ട്ര വിപണിയിൽ എന്ത് ചെയ്യാം, വ്യക്തമായിട്ടുള്ള ആധിപത്യം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവരുടെ ഈ ഒരു കറൻസിയുടെ മൂല്യം കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ദെൻ ഡിപ്രീസിയേഷൻ അപ്രീസിയേഷനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ റീവാലുവേഷനും ഡീവാലുവേഷനും അത് ഡെലിബറേറ്റ്ലി ചെയ്യുന്ന കാര്യമാണ്, അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ അതേ സമയത്ത് ഡിമാൻഡിനും സപ്ലൈക്കും അനുസരിച്ച് മൂല്യം കുറയുകയും കൂടുകയും ചെയ്യുന്ന ആ കൺസെപ്റ്റിനാണ് നമ്മൾ എന്താ പറയുക, ഡിപ്രീസിയേഷൻ ആൻഡ് അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്താരാഷ്ട്ര വിനിമയം നടത്തുന്ന സമയത്ത് ഒന്നുകിൽ ഡിമാൻഡ് കുറയുകയോ അല്ലെങ്കിൽ സപ്ലൈ കൂടുകയോ ചെയ്യുന്നതിൻ്റെ കാരണമായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ഒരു രാജ്യത്തിൻ്റെ കറൻസിയുടെ മൂല്യം കുറഞ്ഞു വരികയാണെങ്കിൽ അതിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുക. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അതായത് രണ്ട് രാജ്യങ്ങളുടെ കറൻസികൾ തമ്മിൽ കൈമാറ്റം ചെയ്യപ്പെടുന്ന സമയത്ത് ഡിമാൻഡ് കൂടുകയോ അല്ലെങ്കിൽ സപ്ലൈ കുറയുകയോ ഒക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുകയാണ്, അവിടെ മൂല്യം കൂടുകയാണെങ്കിൽ, അതായത് അത് ഓട്ടോമാറ്റിക്കലിയാണ് കേട്ടോ, അവിടെ ഒരു മാർക്കറ്റ് ഫോഴ്സസ് ഇടപെടുന്ന ഡിമാൻഡിനും സപ്ലൈക്കും അനുസരിച്ച് ആ ഒരു മാർക്കറ്റ് ഫോഴ്സസിൻ്റെ കാരണമായിട്ട് എന്ത് ചെയ്യുകയാണ്, അവിടെ വാല്യൂ കൂടുന്നതിനെയാണ് നമ്മൾ അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഡിപ്രീസിയേഷനും അപ്രീസിയേഷൻ രണ്ട് കൺസെപ്റ്റുകൾ നമ്മൾ മനസ്സിലാക്കി. അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ വാല്യൂ കൂടുകയാണ്, അതേപോലെ തന്നെ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വാല്യൂ കുറയുന്ന ആ കൺസെപ്റ്റാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു തേർഡ് മൊഡ്യൂളിനകത്ത് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു. ബാക്കി ഒരു മൊഡ്യൂൾ കൂടി നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.